ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ ആരും സഹായിപ്പാനില്ലെന്നു വന്നാൽ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുന്നിൽ. ആരും സഹായിപ്പാനില്ലെന്നു വന്നപ്പോൾ കൈനീട്ടി നിന്നു ഞാൻ പലർക്കു മുന്നിൽ. വേണ്ടെന്നു കാതിൽ പറഞ്ഞവരെല്ലാം വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. വേണ്ടെന്നു കാതിൽ പറഞ്ഞവരെല്ലാം വേണ്ടുന്നതെല്ലാം നിറച്ചു തന്നു. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം മനമേ നടത്തിയ വിധങ്ങളെ ഓർത്തു. നന്ദിയാൽ നിറയുന്നു എന്നന്തരംഗം നടത്തിയ വിധങ്ങളെ ഓർത്തു. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ അങ്ങേക്കു നന്ദി. ഒന്നിനും കുറവില്ലാതെ നടത്തുന്ന ഇമ്മാനുവേലേ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുന്നു. ഞങ്ങൾ പാടിയതുപോലെ നടത്തിയ വഴികളെ ഞങ്ങൾ ഓർക്കുമ്പോൾ കർത്താവിനെ സ്തുതിക്കാതിരിപ്പാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങളുടെ കഴിവല്ല, ഞങ്ങളുടെ യോഗ്യതയല്ല, അവിടുത്തെ കരുണയൊന്നു മാത്രമാണ് ഞങ്ങളെ ഇവിടെ വരെ എത്തിച്ചത്. ഞങ്ങൾ ഒരുമിച്ച് തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകി ഈ കൂട്ടായ്മ അത് ഞങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഏറ്റവും പ്രയോജനകരമായി തീരുവാൻ ദൈവം കൃപ ചെയ്യണമേ. താവേ, ദൈവജനത്തിന്റെ മുമ്പാകെ ഞങ്ങൾ അല്പനേരമായിരിക്കുന്നു. അവർ തൃക്കാൽക്കൽ ഇരുന്നു, അവനിൽ നിന്ന് തിരുവചനങ്ങൾ പ്രാപിച്ചു എന്ന് വചനത്തിൽ വായിക്കുന്നത് പോലെ ഇരുന്നത് ചിലത് പ്രാപിച്ചെഴുന്നേൽക്കുന്നതിന് ഇന്ന് രാത്രി കർത്താവ് കാരണമാക്കുന്നതിനായി സ്തോത്രം. ഭവനത്തിന്റെ മേൽ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉദ്ധാരണങ്ങൾ വെളിപ്പെടട്ടെ. അവിടുന്ന് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ദൈവപ്രവർത്തിക്കായി ഞങ്ങളെ ഏൽപ്പിക്കുന്നു, സമ്പൂർണമായി താഴ്ത്തുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവിന്റെ അനുഗ്രഹീതമായ നാമം ഈ മനോഹരമായ രാത്രിവേളയിൽ വാഴ്ത്തപ്പെടട്ടെ. ഞാൻ ഓർക്കുകയായിരുന്നു, അപകടങ്ങൾ പതിവാണെങ്കിലും ആലപ്പുഴ മെഡിക്കൽ വിദ്യാർത്ഥികൾ 6 പേര് മരിച്ചതിനെ തുടർന്ന് മാധ്യമങ്ങൾ വായിക്കുമ്പോൾ പിന്നെ ഒരു ദിവസം തന്നെ എത്ര അപകടങ്ങൾ. പാലക്കാട് പരീക്ഷ കഴിഞ്ഞ് പ്രതീക്ഷയോടുകൂടെ പോയ 4 കുഞ്ഞുങ്ങൾ. പത്തനംതിട്ട കോന്നിയിൽ 8 വർഷം സ്നേഹിച്ച് കല്യാണം കഴിച്ച ഭാര്യയും ഭർത്താവും, അവരുടെ 2 പിതാക്കന്മാരടക്കം. അപകടങ്ങളുടെ പരമ്പര. നമ്മളാരും അത്ര ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചത് കൊണ്ടൊന്നും അല്ല രക്ഷപ്പെട്ടത്. ആമേൻ. ദൈവത്തിൻ്റെ കരുണ നമ്മുടെ മേലുണ്ടായിരുന്നു. അതുകൊണ്ട് തലയ്ക്ക് മീതെ കടന്നു വന്ന പല പ്രതിസന്ധികളിൽ നിന്നും ദൈവം നമ്മളെ അത്ഭുതകരമായി വിടുവിച്ചു. കർത്താവ് ചെയ്യുന്ന എല്ലാ നന്മകളും ഓർത്ത് നന്ദിയുള്ളവരായി അല്പനേരമായിരിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ അകത്ത് ഈ മീറ്റിങ്ങിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഹൃദയത്തിൽ കൂടെ ആമേൻ കടന്നു വന്നു. എന്നാൽ ചില ഭാരങ്ങൾ, ചില പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഓർക്കാപ്പുറത്തൊക്കെ കടന്നു വരുമ്പോൾ അതിനകത്തെല്ലാം ഉദ്ധരിക്കുവാൻ കഴിയുന്നൊരു ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. കർത്താവ് ദോഷങ്ങൾക്കായിട്ടൊന്നും ചെയ്യുന്ന ദൈവവും അല്ല.
ഈ ചില ചെറുപ്പക്കാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്ന ചരിത്ര സംഭവമാണ്. അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജിബ്രാൾട്ടർ എന്ന് പറയുന്ന കടലിടുക്കിൻ്റെ അടുക്കലെത്തി. അവിടെ ഒരു സൈൻ ബോർഡ് കണ്ടു, നോ മോർ ബിയോണ്ട്, ഇതിനപ്പുറം ഒന്നും ഇല്ല. അപ്പൊ കൂടെയുള്ള കൂട്ടുകാർ പറഞ്ഞു, നമുക്ക് യാത്ര ഇവിടം കൊണ്ട് നിർത്താം, മടങ്ങിപ്പോകാന്ന് പറഞ്ഞു. എന്നാൽ അതിനകത്ത് ഒരു മനുഷ്യൻ പറഞ്ഞു, ഇല്ല, എത്ര പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഞാൻ ഇറങ്ങിയത് ലക്ഷ്യം കാണാനാ. ലക്ഷ്യം കണ്ട് എൻ്റെ യാത്ര എന്ത് ചെയ്യത്തുള്ളൂ? അവസാനിപ്പിക്കത്തുള്ളൂ. അങ്ങനെ ആ പ്രതികൂല മനോഭാവങ്ങളെ തരണം ചെയ്ത മനുഷ്യൻ മുൻപോട്ട് പോയി. പിന്നത്തേതിൽ കണ്ടുപിടിച്ച ഭൂഖണ്ഡമാണ് ഏത് ഭൂഖണ്ഡം? അമേരിക്ക. കണ്ടുപിടിച്ച ആരാ? ക്രിസ്റ്റഫർ കൊളംബസ്. യാത്രയിൽ താൻ കണ്ട സൈൻ ബോർഡ്, ഇതിനപ്പുറം ഇനി ഒന്നുമില്ല, വേണമെങ്കിൽ തനിക്ക് തിരിച്ചു പോകാമായിരുന്നു. പക്ഷെ എന്നാൽ തന്റെ അകത്തുള്ള ആത്മധൈര്യം, വിശ്വാസം ആ ഭക്തനായ മനുഷ്യനെ മുൻപോട്ട് നടത്തി. ആർക്കും കണ്ടെത്താൻ കഴിയാത്ത, ഇന്ന് ലോകത്തിന്റെ പോലീസ് എന്നറിയപ്പെടുന്ന ആ വൻകര ആ ഭക്തൻ കണ്ടുപിടിച്ചു. ഇന്ന് ജിബ്രാൾട്ടർ കടലിടുക്കിൽ സൈൻ ബോർഡ് ഉണ്ടെങ്കിലും എഴുത്തു മാറി, മോർ ബിയോണ്ട്, ഇതിനപ്പുറം ചിലത് ഉണ്ട്, ഇതിനപ്പുറം ചിലത് ഉണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ പ്രിയപ്പെട്ടവരോട് ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ആത്മാവിൽ പറയട്ടെ, പിശാചും പ്രതിസന്ധികളും ഇതിനപ്പുറം അങ്ങോട്ടിനി ഒന്നുമില്ലെന്ന് എത്ര സൈൻ ബോർഡുകൾ ഉയർത്തി കാണിച്ചാലും ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന, ദൈവത്തിൽ വിശ്വസിക്കുന്ന, കർത്താവിൽ ആശ്രയിക്കുന്ന നമുക്ക് വിശ്വാസത്തോടെ പറയാം, പിശാച് വെച്ച സൈൻ ബോർഡിനെ കടന്നപ്പുറം ഞങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്യും. ഇതിനപ്പുറം ചില ദൈവപ്രവർത്തികൾ ഞങ്ങൾ കാണും. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ ഒരു കെട്ടപ്പെട്ട കഴുതയുണ്ട്. നമുക്കറിയാം, കെട്ടപ്പെട്ട കഴുത. പക്ഷെ ഈ കഴുതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇത് വാഗ്ദത്തമുള്ള കഴുതയാണ്. അതാ നാട്ടുകാർക്കാർക്കും എന്ത് ചെയ്യത്തില്ല, അറിയോ? കൂടെയുള്ള കഴുതകൾക്ക് അറിയോ? ആർക്കും അറിയത്തില്ല. പക്ഷേ സക്കറിയ പ്രവചനം 9:9, ആമേൻ, ഒരേകദേശം 500 വർഷങ്ങൾക്ക് പുറകിൽ ഈ കഴുതയെ കുറിച്ചൊരു വാഗ്ദത്ത ദൂതാരി പറഞ്ഞിട്ടുണ്ട്. സക്കറിയാവെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ആമേൻ, കർത്താവ് കയറാനുള്ള വാഗ്ദത്തമുള്ള കഴുതയാണ് ഇപ്പോൾ കെട്ടപ്പെട്ട് കിടക്കുന്നത്. എന്നാൽ വാഗ്ദത്തമുള്ള കഴുത എക്കാലവും ബന്ധിക്കപ്പെട്ട് കിടക്കാൻ അവൻ സ്വർഗം അനുവദിക്കത്തില്ല. സമയമായപ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരെ അധികാരത്തോടെ ആ വീടിനകത്തേക്ക്, പറമ്പിലേക്ക് പറഞ്ഞയച്ചു. അവനെ കെട്ടപ്പെട്ട വാഗ്ദത്തമുള്ള കഴുതയെ അഴിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ആരെങ്കിലും എന്തിനാ അഴിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരോട് പറയണം, കർത്താവിന് ഇതിനെ കൊണ്ട് എന്തുണ്ട്. രാത്രി ഞാൻ ആത്മാവിൽ ഒരു വചന വെളിപ്പാട് വിളിച്ചു പറയാം. വാഗ്ദത്തമുള്ളവർ എല്ലാ കാലവും ബന്ധിക്കപ്പെട്ട് കിടക്കാൻ ദൈവം അനുവദിക്കത്തില്ല. വാഗ്ദത്തമുള്ളതിനെ കെട്ടഴിച്ചു വിടുന്ന ഒരു ദിവസം മുൻപിലുണ്ട്. വാഗ്ദത്തമുള്ളത് എക്കാലവും കെട്ടപ്പെട്ട് കിടക്കാൻ ദൈവം അനുവദിക്കുകയില്ല. കർത്താവ് ഒരു സമയം വച്ചിട്ടുണ്ട്. ആ സമയത്ത് സ്വർഗം അതിനെ അഴിക്കും. ആമേൻ. ഞാൻ ആത്മാവിൽ പറയുന്നു, വാഗ്ദത്തമുണ്ടോ സ്വർഗം കെട്ടുകളെ പൊട്ടിക്കും.
സ്വർഗം നമ്മളെ പുറത്തു കൊണ്ടുവരും. സ്വർഗം വാഹനമേറും. കർത്താവിനെ ചുമക്കുന്ന ഒരു വാഗ്ദത്തമുള്ള കഴുതയായി നാം നാട് മാനിക്കത്തക്ക നിലയിൽ ആ കഴുതയെ തമ്പുരാൻ മാറ്റിയെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ നിലവാരങ്ങളുടെ മേൽ ചില ദൈവപ്രവർത്തികൾ നാളുകൾ കഴിയുന്നതിന് മുമ്പേ വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ആലോചന കൈമാറുന്നു. ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. മതി. നമുക്ക് ഏറ്റവും പരിചിതമായ വാക്യമാണ് പൗലോസ് എഫെസോസ് സഭയ്ക്ക് എഴുതിയ ഈ വേദശകലം. എഫെസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ സഭ ക്രിസ്തുവിലാണ്. 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ സ്വർഗത്തിലാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ സഭയിലാണ്. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവസഭ കർത്താവിന്റെ വചനത്തിലാണ്. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ ലോകത്തിലാണ്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സഭ പോർ കളത്തിലാണ്. അതിൽ 3-ാം അധ്യായത്തിൽ നാം സഭയിൽ ആണ്. സഭ ദൈവത്തിന്റെ സ്വന്തം ശരീരമാണ്. അതിൻ്റെ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരോട്. നമ്മളോട് പറയുന്നൊരു വാഗ്ദത്ത ദൂതാണ്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മെ നടത്തുന്ന ഒരു ദൈവം. ആ ഒരു സന്ദേശമാണ് എൻ്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി കൂട്ടായ്മയിൽ പറയാൻ പ്രേരണ തന്നത്. അതിനോട് ചേർന്ന് നമുക്ക് ചിന്തിക്കാൻ കൊള്ളാകുന്ന ഒരു ഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. നമുക്ക് ആ ഭാഗങ്ങൾ അറിയാം. 3 സ്നേഹിതന്മാരുടെ ഉപമയാണ് കർത്താവ് അവിടെ പങ്കുവെക്കുന്നത്. പതിനൊന്നാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ, 13 വരെയുള്ള വാക്യങ്ങൾ ചേർത്ത് പഠിക്കുമ്പോൾ ഈ വിഷയത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകത്തുള്ളൂ. 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളെ 3 ഭാഗമായി നമുക്ക് തിരിച്ചു പഠിക്കാൻ കഴിയും. അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ യേശുക്രിസ്തു ശിഷ്യന്മാരെ പഠിപ്പിച്ച കർത്തൃ പ്രാർത്ഥനയാണ്. നമ്മളെ സമുദായത്തിലൊക്കെ ആയിരുന്നപ്പോൾ നിരന്തരം ചൊല്ലിക്കൊണ്ടിരുന്നതാണ്. വളരെ ആഴമായ അർത്ഥമുള്ളൊരു പ്രാർത്ഥനയാണ്. 2-ാം ഭാഗം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥനയുടെ പ്രായോഗിക വശത്തെക്കുറിച്ച് ഈ 3 സ്നേഹിതന്മാരുടെ ഉപമകളിലൂടെ കർത്താവ് സംസാരിക്കുക. 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ആമേൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയുള്ള പ്രോത്സാഹനവും പ്രാർത്ഥനയിൽ ലഭിക്കുന്ന വിടുതലുകളുമാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സന്ദേശത്തിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പേര് കൊടുക്കാം: പ്രാർത്ഥനയിലൂടെ നമുക്ക് ദൈവത്തിൽ നിന്ന് പ്രാപിപ്പാൻ കഴിയുന്ന അനുഗ്രഹങ്ങളും അവകാശങ്ങളും നന്മകളും. നമ്മുടെ പക്കലൊക്കെ ദൈവം എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അത് പലതും പ്രാർത്ഥനയിലൂടെ ലഭിച്ചിട്ടുള്ളതാണ്. സ്തോത്രം. പ്രാർത്ഥനയെക്കുറിച്ച് ധാരാളം ചിന്തകൾ വേദപുസ്തകത്തിലുണ്ട്. പ്രാർത്ഥനയെ ഒരു വിതയോട് ഉപമിച്ച് വചനം പറയുന്നുണ്ട്. 126-ാം സങ്കീർത്തനത്തിൽ കണ്ണുനീരോടെ പറ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. അവിടെ പ്രാർത്ഥനയെ ഒരു വിതയായിട്ടാ കാണിക്കുന്നത്. അതിനോട് യോജിക്കുന്ന ഒരു വാക്യം സഭാപ്രസംഗി 11-ലുണ്ട്: നിന്റെ അപ്പത്തെ വെള്ളത്തിന്റെ മേൽ എറിയ, അത്
നാൾ കഴിഞ്ഞാലും എന്ത് ചെയ്യും? തിരികെ ലഭിക്കും. ആ വാക്യത്തിന്റെ പശ്ചാത്തലം ഈ ഈജിപ്തിലെ നൈൽ നദിയുടെ 2 തീരങ്ങളിൽ കൃഷിസ്ഥലങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാക്യമാണ്. ഈ ചിലപ്പോൾ നദിയിൽ വെള്ളം പൊങ്ങി വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് 2 സൈഡിലെ പാടങ്ങളെല്ലാം വെള്ളം കൊണ്ട് നിറയുമെന്ന ചരിത്രം പറയുന്നത്. അത് വിതയുടെ സമയമാണെങ്കിൽ ഈ പാടം മുഴുവൻ വെള്ളമാണല്ലോ എന്ന് വിചാരിച്ച് കൃഷിക്കാരൻ എന്ത് ചെയ്യത്തില്ല, ക്ഷങ്ങിയിരിക്കുകയല്ല. അവര് വള്ളത്തേൽ വിത്തെടുത്തോണ്ട് പോയി ആ വള്ളത്തേൽ ഇരുന്നോണ്ട് എന്ത് ചെയ്യും? വിതയ്ക്കും. ഒരാഴ്ചയൊക്കെ കഴിയുമ്പം പൊങ്ങിയ വെള്ളം എന്ത് ചെയ്യും? താഴും. എന്നാൽ ഈ വെള്ളപ്പൊക്കത്തിൽ നൈൽ നദിയുടെ അടിയിൽ നിന്ന് പൊങ്ങിയ എക്കലും ചെളിയും ഭയങ്കര വളക്കൂറാണ്. അത് ഈ ഭാഗത്തെല്ലാം പതിഞ്ഞ് അതിനകത്ത് വീഴുന്ന ഈ വിത്ത് സാധാരണ കൃഷിയിൽ ലഭിക്കുന്നതിനേക്കാൾ വിളവ് ലഭിക്കും. ഒരു പദവും കൂടെ അവിടെ ഉണ്ട്. ഇതിന്റെ അപ്പത്തെ അപ്പൊ എറിഞ്ഞ വിത്ത് ഏതാ? കൂടെ വരണം, എന്റെ കൂടെ. നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നത്. ഈ വിതച്ച വിത്ത് വേണമെങ്കിൽ അവർക്കെടുത്ത് ഇടിച്ച് പൊടിച്ച് അപ്പൊ ആക്കി കഴിക്കാം. കഴിക്കേണ്ട സാധനം വെള്ളം കയറി കിടക്കുക കൃഷി സ്ഥലം എന്ന് ചിന്തിച്ച് സംശയിച്ച് വിതയ്ക്കാൻ മടിച്ചാൽ ആ വർഷം എന്ത് കിട്ടത്തില്ല? പറ, വിളവ് ലഭിക്കുകയില്ല. പക്ഷേ കൺമുൻപിൽ പ്രതിസന്ധിയാണെങ്കിലും വിതയ്ക്കാൻ തയ്യാറായത് കൊണ്ട് ആമേൻ സാധാരണ വർഷങ്ങളിൽ ഉപരിയായിട്ടുള്ള വിളവ് ആ വെള്ളം പൊങ്ങിയ വർഷത്തിൽ ലഭിച്ചെങ്കിൽ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധാത്മാ പറയുന്നു, നിന്റെ അപ്പത്തെ വെള്ളത്തിന്റെ മേൽ എറിയുക. അതേറിയ നാൾ കഴിഞ്ഞാലും എന്ത് ചെയ്യും? ആമേൻ തിരികെ ലഭിക്കും. പ്രാർത്ഥന വിധയാണ്. ആമേൻ ചിലപ്പോൾ ഇന്ന് അതിന്റെ റിസൾട്ട് കാണണമെന്നില്ല. ഈ രാത്രിയിലെ യോഗത്തിന്റെ റിസൾട്ട് ചിലപ്പോ 2 കൊല്ലം കഴിഞ്ഞായിരിക്കുമല്ലേ പാസ്റ്ററെ കാണുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കരുത്. ഇന്നത്തെ പ്രാർത്ഥനയുടെ മറുപടി ചിലപ്പോൾ അടുത്ത വർഷം ഒടുവിലായിരിക്കാം കാണുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നില്ല. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ആമേൻ വിതയ്ക്കാൻ തയ്യാറായാൽ, കുടുംബത്തിനകത്ത്, ആമേൻ സഭയ്ക്കകത്ത്, ദേശത്തെ വേലയിൽ ശക്തമായ വിടുതലുകൾ കൊണ്ടുവരുവാൻ പ്രാർത്ഥന എന്ന വിതയ്ക്ക് കഴിയും. അതുകൊണ്ട് എന്റെ ദൈവമക്കളോട് ഞാൻ പറയാം, ഭക്ഷിക്കാൻ മറന്നാലും എന്തിനു മറക്കരുത്. പക്ഷെ നമ്മൾ മറന്നുപോയൊരു കാര്യം, വേറെ ഒരു കാര്യവും മറക്കുകയില്ല, പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യും? അതിന്റെ തിരിച്ചടികൾ ആത്മീക സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഇവിടെയുള്ള ദൈവമക്കളോട് പറയാം, ആമേൻ, ഒരു ദിവസം അല്പനേരമെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്ന അനുഭവം ആർക്കുണ്ടോ? പ്രാർത്ഥിക്കുന്നവനെ പരാജയപ്പെടുത്താൻ ഉലകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ല. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുന്നവന് മനുഷ്യന്റെ മുമ്പിൽ പ്രതികരിക്കേ മനുഷ്യന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരില്ല. ദൈവത്തിന്റെ മുമ്പിൽ കലം മലർത്തുന്ന ഒരുവന് മനുഷ്യന്റെ മുമ്പിൽ എന്ത് ചെയ്യേണ്ടി വരില്ല? കരം മലർത്തേണ്ടി വരില്ല. ദൈവത്തിന്റെ സന്നിധിയിൽ കരയുന്ന ഒരുവന് മനുഷ്യന്റെ മുമ്പിൽ കരയേണ്ടി വരില്ല. ഇന്ന് രാത്രി അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന ഒരു വിധയാണ്. ഒരു തീരുമാനമെടുക്കെ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചതിനേക്കാൾ ശക്തമായൊരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കർത്താവേ, എന്നെ അതിന് സഹായിക്കണമേ എന്ന് ഇന്ന് രാത്രി ഏൽപ്പിച്ചു കൊടുക്ക്. പ്രാർത്ഥനയ്ക്ക് നമ്മുടെ കാര്യങ്ങളെ വ്യത്യാസപ്പെടുത്താൻ കഴിയും.
ഒരു വിധയാണ്. 2, പ്രാർത്ഥന ഒരു ശുശ്രൂഷയാണ്. നമ്മള് പ്രവചനവും രോഗശാന്തിയും ഭൂതശാന്തിയും ഒക്കെ എന്തായിട്ട് കാണാറുള്ളേ? ഒന്ന് കൂടെ വാ. ആ ദൈവദാസനും ഭയങ്കര ശുശ്രൂഷയാണ്, ഇരിക്കാൻ നേരമില്ല. നമ്മൾ പെട്ടെന്നുള്ളിൽ ഓർക്കുന്ന തന്നെ പുള്ളി ദൂത് പറയും, പുള്ളി പ്രാർത്ഥിച്ച ഭൂതകളകും, രോഗം സൗഖ്യമാവും. പക്ഷെ ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയാം, ഈ പുസ്തകം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ അച്ഛാ പറ, ഉറച്ചു പറ, പ്രാർത്ഥനയാണ്. ആ ശുശ്രൂഷ ആർക്കും മിണ്ടുന്നില്ല, ആരും താല്പര്യമില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചാലും പ്രവചനം തരണേന്ന് പ്രാർത്ഥിക്കും, കാരണം അതിന് മാർക്കറ്റുണ്ട്. ഭൂതശാന്തിയും രോഗശാന്തിയും കിട്ടിയ ഇരിക്കാൻ നേരമില്ല, മാർക്കറ്റാ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയാം, അതിനേക്കാൾ ഏറ്റവും ശക്തമായൊരു ശുശ്രൂഷയാണെന്ന്. നിങ്ങൾ ആരും മിണ്ടുന്നില്ല. ഞങ്ങളുടെ പള്ളിത്തോട് ഇത്രയും പറഞ്ഞ ബാക്കി അവർ ഇങ്ങോട്ട് മൊത്തം പറയും. പ്രാർത്ഥനയാ. അതിനോടുള്ള ബന്ധത്തിൽ 1-2 കാര്യം പറഞ്ഞ് ഞാൻ വേഗത്തിൽ വരാം. എന്റെ വിഷയം ഞാൻ പെട്ടെന്ന് ഒതുക്കി തീർക്കും. പ്രസംഗം വലിച്ച് നീട്ടാനും അറിയാം, നന്നായിട്ട് ഒതുക്കാനും അറിയാം, കാരണം വർഷങ്ങളായിട്ട് പ്രസംഗിക്കുമല്ലേ. ഈ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വായിക്കണ്ട, ഞാൻ പറഞ്ഞു വിട്ടേക്കാം. 20-ൽ 18-20 2-3 പേർ കർത്താവിന്റെ നാമത്തിൽ കൂടുമ്പോൾ കർത്താവ് നമ്മുടെ നടുവിൽ ഉണ്ട്. പുറകിലേക്ക് പോവുക 19 അങ്ങനെ കൂടി 2-3 പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ അതിനെന്തുണ്ട്? മറുപടിയുണ്ട്. മുമ്പോട്ടല്ല, ഒരു വാക്യം വീണ്ടും പുറകോട്ട് വരിക. 18 നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നത്. പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിട്ട് പ്രാർത്ഥന ഒരു ശുശ്രൂഷയാണെന്ന് വചനം പഠിക്കുന്നവരെ ബോധ്യപ്പെടുത്തിയിട്ട് പ്രാർത്ഥന എന്ന ശുശ്രൂഷയിൽ ഒരു അതോറിറ്റി ഉണ്ട്, ഒരു അധികാരമുണ്ടെന്ന് വേറെ ആരും പഠിപ്പിച്ചതല്ല, യേശു കർത്താവിന്റെ വാക്ക. അപ്പൊ പ്രാർത്ഥന ഒരു ശുശ്രൂഷയാണ്. പ്രാർത്ഥനയിൽ എന്തുണ്ട്? അധികാരം വെളിപ്പെടും. എന്താ അധികാരം? നമ്മളെ പ്രാർത്ഥിക്കുമ്പോൾ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗം അതിന് ആമേൻ പറയും, ഭൂമിയിൽ അഴിച്ചാൽ അതിനും സ്വർഗം. അതാ പ്രാർത്ഥിക്കുന്നവരുടെ അധികാരം. പ്രാർത്ഥിക്കുന്നവർക്ക് എന്തുണ്ട്? അധികാരമുണ്ട്, മറക്കല്ലേ. അവിടെ കെട്ടുക എന്നുള്ള പദത്തിന്റെ ശരിയായ ഭാഷാന്തരം റിജക്റ്റ് ചെയ്യുക, നീക്കിക്കളയുക എന്നുള്ളതാണ്, അഴിക്കുക. അപ്പൊ പ്രാർത്ഥനയിൽ ചിലത് അഴിക്കാനുള്ള അധികാരം, സ്തോത്രം, പ്രാർത്ഥിക്കുന്നവരിൽ ദൈവം തന്നിട്ടുണ്ട്. അഴിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു കെട്ട് കിടപ്പുണ്ട്, അല്ലേ? അപ്പൊ പ്രാർത്ഥനയിൽ അധികാരമുണ്ട്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. 2, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് അതിനെ അനുവദിക്കുക എന്ന് പറഞ്ഞാൽ ചിലത് സംഭവിക്കട്ടെ. എന്റെ ജീവിതത്തിൽ ചില വിടുതലുകൾ സംഭവിക്കട്ടെ, എന്റെ കുടുംബത്തിൽ ചില വിടുതലുകൾ സംഭവിക്കട്ടെ, എന്റെ തലമുറകളിൽ ചില വിടുതലുകൾ സംഭവിക്കട്ടെ, ഞാനായിരിക്കുന്ന സഭയിൽ ചില ദൈവപ്രവർത്തികൾ സംഭവിക്കട്ടെ, ഞാൻ പാർക്കുന്ന ദേശത്ത് ചില വിടുതലുകൾ സംഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ സ്വർഗം അതിന് എന്തു പറയും? ആമേൻ പറയും. അവ കെട്ടാനും പറ. ഞാനിത് പറയുന്ന എന്തിനാണെന്നറിയാമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അറിയാത്ത ചില ദൈവപ്രവർത്തികൾ നമ്മുടെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കി ആമേൻ വരും ദിനങ്ങളിൽ ഒന്നുകൂടെ ഈ ആമേൻ വചന വെളിപ്പാടോടുകൂടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ
ഒരു പ്രവാചകന്റെ സഹായമില്ലാതെ അവൻ നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ ചില ദൈവപ്രവൃത്തികളിലേക്ക് കാലെടുത്തു വെക്കാൻ പറ്റും. വചന വെളിപ്പാടുകൾ മനസ്സിലായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇനിയും വചനത്തിലേക്ക് മടങ്ങി വരാം. ഓടിച്ച് ഞാൻ പോകും. 11:1 ഒന്ന് വായിക്കാം വേഗം. 11:1 അവിടെ നിൽക്കട്ടെ. അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആര്? യേശു. ഇതൊരു ദീർഘമായ മെസ്സേജ് ആണെങ്കിലും ഞാൻ ചുരുക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എല്ലാ നിർണായക സമയങ്ങളിലും പ്രാർത്ഥിക്കുന്നവൻ ആയിരുന്നു. കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പകല് മുഴുവൻ പ്രസംഗവും പറ, രാത്രി മുഴുവൻ പ്രാർത്ഥനയാണ്. ഈ 4 സുവിശേഷങ്ങളിൽ യേശുവിന്റെ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് ലൂക്കോസാണ്. ഞാൻ ഓരോ അധ്യായങ്ങൾ വായിച്ച് മുമ്പോട്ട് വന്നപ്പോൾ പ്രധാനപ്പെട്ട ആ 8 നിർണായക സ്ഥലങ്ങളിൽ, അതിൽ കൂടുതൽ ഉണ്ടാകാം, പ്രധാനപ്പെട്ട ചില 8 നിർണായക സമയങ്ങളിൽ യേശു പ്രാർത്ഥിച്ചിട്ടുണ്ട്. ലൂക്കോസ് യേശുവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് തുടക്കമിടുന്നത് 3:20 വായിക്കണ്ട. ജനമെല്ലാം സ്നാനമേറ്റുമാറുന്നു. യേശുവും യോഹന്നാനാൽ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, യേശു എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ സ്നാനത്തിന്റെ സമയത്ത് അവിടെ വായിക്കുന്നത് യേശു എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ റിസൾട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. സ്വർഗ്ഗം എന്ത് ചെയ്തു? തുറന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. അപ്പൊ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് ഉണ്ടോ? ഉണ്ട്. പ്രാർത്ഥിച്ചാൽ എന്ത് തുറക്കും? ഒന്ന് ഉറച്ചു പറ. ലോകം മുഴുവൻ നമുക്ക് എതിരെ ആമേൻ അടഞ്ഞാലും ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, നാം പ്രാർത്ഥിക്കാൻ തയ്യാറാണോ? അവൻ ദൈവം സ്വർഗം നമുക്ക് വേണ്ടി തുറക്കും. അതിനെ അടയ്ക്കാൻ ഒരു പിശാചിന് എന്ത് ചെയ്യത്തില്ല, കഴിയല. രണ്ടാമത്തെ വിടുതൽ, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം. അതിന്റെ പൂർണ്ണരൂപം 4:1 ആത്മാവ് നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പോയി ഉപവാസത്തിന്. അപ്പൊ സ്നാനപ്പെട്ടതിന് ശേഷം പ്രാർത്ഥിച്ചപ്പം കിട്ടിയ ആത്മസാന്നിധ്യത്തിനകത്ത് ഒരാത്മാവിന്റെ നിറവ് ലഭിച്ചു. പ്രാർത്ഥിക്കുന്നവർക്ക് എന്ത് ലഭിക്കും? ആത്മാവിന്റെ നിറവ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാത്തവർക്ക് അത് എന്ത് ചെയ്യത്തില്ല? അവൻ ലഭിക്കത്തില്ല. അവന്റെ ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, അവൻ പ്രാർത്ഥിക്കുന്നവന് പ്രാർത്ഥിക്കുന്നവന് കൂടുതൽ ശക്തി, കുറച്ച് പ്രാർത്ഥിക്കുന്നവന് കുറച്ച് ശക്തി. ഒട്ടും പ്രാർത്ഥിക്കാത്തവർക്ക് അവ എന്തു വേണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ മതി. കുറച്ച് മതിയെങ്കിൽ ഇച്ചിരി പ്രാർത്ഥിച്ചാൽ മതി. ഒട്ടും വേണ്ടെങ്കിൽ പ്രാർത്ഥിക്കാതെ പോയാൽ മതി. ഇനി ദൈവകൃപ വേണമെന്നുണ്ടെങ്കിൽ ആർത്തിയോട് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ വിടുതൽ, ആമേൻ, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ. പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ കഴിയും. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? പ്രാർത്ഥിക്കുന്നവർക്ക് എന്ത് കേൾക്കാൻ കഴിയും? ദൈവത്തിന്റെ ശബ്ദം. ഒന്നുകൂടെ ഞാൻ പറയാം, പ്രാർത്ഥന ദൈവത്തോടുള്ള ആശയവിനിമയമാണ്. നമ്മൾ ദൈവത്തോട് സംസാരിക്കുന്നത് എന്ത്? പ്രാർത്ഥന. ദൈവത്തോട് സംസാരിച്ച ദൈവം എന്ത് ചെയ്യും? നമ്മളോട് വൺ വേ പരിപാടിയല്ല ഇത്.
ബില്ലി ഗ്രഹാം എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യനോട് ഒരു നിരീശ്വരവാദി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ബില്ലി ഗ്രഹാം, താങ്കളുടെ ദൈവം മരിച്ചുപോയി, താങ്കളുടെ ദൈവം മരിച്ചുപോയി. പെട്ടെന്ന് ഈ മനുഷ്യൻ നിരീശ്വരവാദിയോട് ചോദിച്ചു, അത് താങ്കൾക്ക് എങ്ങനെ അറിയാം? അല്ല, മരിച്ചുപോയി. നിരീശ്വരവാദിയല്ലേ? ആ മനുഷ്യന്റെ മുഖത്തു നോക്കി ബില്ലി ഗ്രഹാം പറഞ്ഞു, സഹോദരാ, എന്റെ ദൈവം മരിച്ചിട്ടില്ല, എന്റെ ദൈവം ജീവനുള്ള ദൈവമാ. അന്നേരം നിരീശ്വരവാദി ചോദിച്ചു, അത് തനിക്കെങ്ങനെ അറിയാം? അന്നേരം ബില്ലി ഗ്രഹാം പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇന്ന് രാവിലെയും ഞാൻ എന്റെ ദൈവത്തോട് സംസാരിച്ചിട്ടാ ഇവിടെ നിൽക്കുന്നേ. ഹലോ, ഞാൻ സംസാരിച്ചപ്പം ആ ദൈവം എന്നോടും സംസാരിച്ചു. അപ്പൊ എന്താ പ്രാർത്ഥന? നാം കർത്താവിനോട് സംസാരിക്കുന്നു, തിരിച്ച് കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടോ? ഞാൻ ചോദിക്കട്ടെ, എത്ര നാളായി ഒരു ദൈവ ശബ്ദം കേട്ടിട്ട്? ഹലോ, രക്ഷിക്കപ്പെട്ടിട്ട് എത്ര വർഷമായി? സ്നാനപ്പെട്ടിട്ട് എത്ര വർഷമായി? ആമേൻ. ദൈവ ശബ്ദം നിങ്ങൾ ഡയറക്റ്റ് കേട്ടിട്ട് എത്ര നാളായി? ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയാം, പ്രാർത്ഥിക്കാത്തവർക്ക് ദൈവ ശബ്ദം കേൾക്കാൻ കഴിയില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്നവർക്ക് എന്ത് കേൾക്കാൻ കഴിയും? ദൈവ ശബ്ദം കേൾക്കാൻ കഴിയും. പിന്നെ മുമ്പോട്ട് അങ്ങ് 22-ാം അധ്യായം വരെ ഒരു 8 കൂട്ടം പ്രാർത്ഥന നോട്ട് ചെയ്തിട്ടുണ്ട്, പറയുന്നില്ല, കാരണം സമയമില്ലാത്തതുകൊണ്ട്. അപ്പൊ എല്ലാ നിർണായക സമയങ്ങളിലും യേശു പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന കണ്ടപ്പോൾ ശിഷ്യന്മാർക്ക് പ്രാർത്ഥനയിൽ ഒരിഷ്ടം തോന്നി. എന്നിട്ട് കർത്താവിനോട് ആവശ്യപ്പെട്ടു, യോഹന്നാൻ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പഠിപ്പിക്കണമേ. ഇന്ന് രാത്രി ഞാൻ ദൈവമക്കളോട് പറയാം, വേറെ ഒന്നും ചെയ്യാൻ അറിയത്തില്ലെങ്കിലും നീ പ്രാർത്ഥിക്കാൻ ശീലിച്ചാൽ, പ്രാർത്ഥന ജീവിതത്തിന്റെ ഒരു ഭാഗമായാൽ, നിന്നെ തോൽപ്പിക്കാൻ ഒരു പ്രതിസന്ധിക്കും കഴിയാലോ. അതുകൊണ്ട് പ്രാർത്ഥന ഒരു സ്വഭാവമായി മാറട്ടെ, പ്രാർത്ഥന ഒരു ശീലമായി മാറട്ടെ. സ്തോത്രം. മടങ്ങി വരുന്നു. എന്നിട്ട് ആ വാക്യഭാഗം പറയുന്നില്ല, വിഷയത്തിലേക്ക് വന്ന് പ്രാർത്ഥിക്കുന്നു. അത് തെളിയിക്കാൻ വേണ്ടി യേശു പറഞ്ഞ ഉപമയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന. എത്ര സ്നേഹിതന്മാരുടെ ഉപമ പറ? 3 സ്നേഹിതന്മാരുടെ ഉപമ. ബോസേ, ആ 3 സ്നേഹിതന്മാരുടെ പേര് പെട്ടെന്ന് പറഞ്ഞ മക്കളെ. 3 പേരുണ്ടല്ലോ അവിടെ. 1 കുറച്ച് പറ, തെറ്റിയാ തെറ്റിട്ട് കുറച്ച് പറ. അതിൽ ആ 3 പേരുടെ പേര് മക്കൾക്ക് പറയാവോ? ഇല്ല. ഞാൻ പറയട്ടെ, പേരില്ല. ഇല്ലാത്ത പേരെങ്ങനെ പറയും? ഇനി എന്റെ കൂടെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. പ്രാർത്ഥനയുടെ പ്രായോഗിക വശം തെളിയിക്കാൻ യേശു പറഞ്ഞ 3 സ്നേഹിതന്മാരുടെ ഉപമയിൽ 3 പേർക്കും എന്തില്ല. അപ്പൊ ഞാൻ ഈ ഭാഗം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇതെല്ലാം കോവിഡ് കാലത്തെ പഠനമാണ്, ഇവിടെ ഒരു തിരക്കും ഇല്ലല്ലോ, ഇഷ്ടംപോലെ വചനം വായിച്ചും നോട്ട് എഴുതിയും ആമേൻ പ്രാർത്ഥിച്ചും ഒക്കെ സമയം മുമ്പോട്ട് നീക്കിയ സമയങ്ങളായിരുന്നു, അനുഗ്രഹിക്കപ്പെട്ട സമയമായിരുന്നു. സ്തോത്രം. അപ്പൊ ഈ മെസ്സേജ് എന്റെ അകത്തേക്ക് വന്നപ്പോൾ, ഇതിനെ എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി മുമ്പോട്ടെടുത്തപ്പോൾ, പേരില്ലാത്ത സ്നേഹിതന്മാരെ കുറിച്ച് എങ്ങനെ ആളുകളോട് പറഞ്ഞു മനസ്സിലാക്കും? കർത്താവ് പറഞ്ഞു പേരിട്ടു. ഞാൻ അവർക്ക് പേരിട്ടു, 3 പേർക്ക്. ഇനി ചോദിച്ചാൽ പറയണം. ആദ്യത്തെ സ്നേഹിതന്റെ പേര് എളുപ്പമാ, എന്തുവാ? അത്രയും. രണ്ടാമത്തെ സ്നേഹിതന്റെ പേരെന്തായിരിക്കും? ബി. അങ്ങനെയാണെങ്കിൽ 3-ാമത്തെ പുള്ളിയുടെ പേര് സി. എളുപ്പമായി. നമ്മൾ അങ്ങനെയൊക്കെ പ്രസംഗം ഉണ്ടാക്കുന്നേ. സ്വതന്ത്രം. ഇനി അതിനനുയോജ്യമായ
നമുക്ക് മനസ്സിലാകുന്ന പേരുകൾ കൂടെ പറഞ്ഞ് ഞാൻ മുൻപോട്ട് പോകും. ഒന്നാമത്തെ സ്നേഹിതന്റെ പേര് എ. എന്ന സ്നേഹിതൻ ബി എന്ന സ്നേഹിതന്റെ വീട്ടിൽ അല്പം താമസിച്ച് രാത്രിയിലാണ് എന്ത് ചെയ്തത്? വന്നത്. ബി എന്ന സ്നേഹിതന്റെ വീട്ടിൽ വന്നപ്പം കൊടുക്കാൻ ഭക്ഷണമൊന്നും ഇല്ലാത്തോണ്ട് ബി എന്ന സ്നേഹിതൻ തന്റെ സ്നേഹിതനായ സി എന്ന സ്നേഹിതന്റെ അടുക്കൽ പോയി. സ്തോത്രം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമ്മൾ ആ ദൂതിലേക്ക് വരിക. എ എന്ന സ്നേഹിതന് നമ്മൾ ഒരു പേര് കൂടെ കൊടുക്കുന്നു, സന്ദർശകനായ സ്നേഹിതൻ. അന്നത്തെ കാലത്ത് ഇപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയ, വെളുപ്പിനെ 6 മണിയായപ്പം ജോസാന്റെ വീട്ടിലെത്തി. എന്ത് സൗകര്യം! ഈ ട്രെയിൻ ഇല്ലാത്ത സമയം ഒന്ന് ഓർത്ത് നോക്കിയ ബ്രിട്ടീഷുകാരുടെ കാലത്തിന് മുമ്പ്. ബ്രിട്ടീഷുകാരെ എല്ലാവരും ചീത്ത പറയും, പക്ഷെ അവരില്ലായിരുന്നെങ്കിൽ ഇന്ത്യയുടെ യാത്രാ ദുരിതം ഇതുണ്ടായിട്ട് പറ്റുന്നില്ല. അന്നത്തെ കാലഘട്ടം വാഹന സൗകര്യമില്ലാത്ത കാലഘട്ടമായതുകൊണ്ട് അവരുടെ ഏക വാഹനം നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ നടരാജ. എന്തുവാ? നടരാജ്. ഇനിയും പാലസ്തീന്റെ പശ്ചാത്തലമൊക്കെ പരിശോധിച്ചാൽ ചിലപ്പോൾ ഈ അത്യുഷ്ണമുള്ള സമയങ്ങളിൽ അവർ പകല് യാത്ര ചെയ്യാറില്ല. സന്ധ്യ വൈകി രാത്രി ദീർഘം പോകില്ല. കാരണം ഈ ക്രൂര ജന്തുക്കൾ, വന്യമൃഗങ്ങൾ ഉപദ്രവിക്കും. അതുകൊണ്ടൊരു പരിധിയിൽ യാത്ര നിർത്തും. അന്നേരം അടുത്തുള്ള സ്നേഹിതന്മാർ, ഹൃദയബന്ധമുള്ളവർ ആരുണ്ടോ? ഇന്നത്തെ പോലെ വാട്സാപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു നിവൃത്തിയില്ല, നേരെ കയറി ചെല്ലുക. അപ്പോൾ സന്ദർശകനായ സ്നേഹിതൻ എവിടെയോ ബന്ധുക്കളെ അടുക്കാൻ പോകാൻ വേണ്ടി യാത്ര തിരിച്ചു. ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയാഞ്ഞത് കൊണ്ട് ആ രാത്രി ഒന്ന് തങ്ങാൻ തനിക്ക് ഹൃദയബന്ധമുള്ള ബി എന്ന സ്നേഹിതന്റെ വീട്ടിൽ സമയം തെറ്റിയാണ് ചെന്നത്. ബി എന്ന സ്നേഹിതന് നമ്മൾ കൊടുക്കുന്ന പേര് പ്രയാസപ്പെടുത്തുന്ന സ്നേഹിതൻ. എന്താ? പ്രയാസപ്പെടുത്തുന്ന സ്നേഹിതൻ. ഓക്കെ. ഇനിയും താമസിച്ച് ചെന്നതുകൊണ്ട് അവരുടെ രാത്രിയിലെ അത്താഴം പരിപാടിയെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? മോർച്ചറി ഇല്ലല്ലോ അന്ന്. അപ്പൊ കൂടുതൽ എന്ത് ചെയ്യത്തില്ല, വെച്ച് വേസ്റ്റ്. അവര് ഭക്ഷണം വേസ്റ്റ്. സൗകര്യമാർ പ്രത്യേകം പറയാം, ഭക്ഷണം എന്ത് ചെയ്യരുത്. ഈ കഴിഞ്ഞ മാസവും മനോരമ കാഴ്ചപ്പാട് പേജിലെല്ലാം മേൽവശത്ത് ഒരു പ്രത്യേക കുറിപ്പ് എല്ലാം വരും. വീടില്ലാത്ത ഇത്ര ലക്ഷം, ഭക്ഷണമില്ലാത്ത ഇത്ര ലക്ഷം. സത്യം പറഞ്ഞാൽ ചങ്ക് തകരും. നമ്മൾ ഭക്ഷണം കളയുക. സ്തോത്രം. അതുകൊണ്ട് ഭക്ഷണം മാത്രം വേസ്റ്റ് ആക്കരുത്. യഹൂദനെ സംബന്ധിച്ച് ഭക്ഷണം വേസ്റ്റ് ആക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് അവർക്ക് അന്ന് ആവശ്യമുള്ള ഫുഡ് മാത്രം അവരെന്ത് ചെയ്യത്തുള്ളൂ, വെക്കത്തുള്ളൂ. അപ്പൊ പിന്നൊരാൾ അസമയത്ത് കയറി വന്നാൽ നോ രക്ഷ. പിന്നെ അടുത്തുള്ളവർ അഥവാ ഇച്ചിരി അധികം ഉണ്ടെങ്കിൽ പറയും, എൻ്റെ അടി ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ചോദിച്ചാൽ മതി, തരാൻ കേട്ടോ. അപ്പം അവരുടെ ഒരു നേരത്തെ ആഹാരം 3 അപ്പമാ. എത്ര അപ്പം? ആരും മിണ്ടുന്നില്ല. നമ്മുടെ ഒരു നേരത്തെ ആഹാരം ആരും മിണ്ടുന്നില്ല. അവരുടെ ഒരു നേരത്തെ ആഹാരം 3 ബ്രെഡാ. നമ്മൾ 10 ബ്രെഡ് കഴിച്ചാലും എന്ത് ചെയ്യത്തില്ല. സ്തോത്രം. അപ്പോൾ പിന്നെ അത് തിരിച്ചു കൊടുക്കണം. മേടിച്ചെന്ത് ചെയ്യണം? ഭക്ഷണമാണെങ്കിലും എന്ത് ചെയ്യണം? അതവരുടെ മര്യാദ. അപ്പം ഈ സൽക്കാരം യഹൂദന് മതകർമ്മമായത് കൊണ്ട് ഭാരതീയർക്ക് അത് പുണ്യമാണ്. വീട്ടിലൊന്നും ഇല്ലാത്തത് കൊണ്ട് എ എന്ന സ്നേഹിതനോട് ബി എന്ന സ്നേഹിതൻ പറഞ്ഞു, സഹോദരാ ഇരിക്കട്ടോ, ഇപ്പം വരാം. ചിലപ്പോൾ നമ്മൾ മാസ്റ്റർമാർ വീട്ടിൽ വിസിറ്റിംഗ് ചെല്ലുമ്പം പറയാതെ ചെല്ലുന്നെങ്കിൽ ഇപ്പം വരാമെന്ന് പറഞ്ഞ് അടുക്കള വഴി ഒരു ഓട്ടം ഉണ്ട്. ആരെങ്കിലും ഒരു പാലും പിന്നെ ചിപ്സും എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി പോയതാ എന്ന് പറഞ്ഞ പോലെ ഒരൊറ്റ ഓട്ടം. എങ്ങോട്ടാ പോയത്? ബി എന്ന സ്നേഹിതന്റെ അടുക്കലോട്ട്. ബി കണ്ടോ?
അങ്ങനെ വേണം. ബി എന്ന സ്നേഹിതൻ എ എന്ന സ്നേഹിതനെ ബിയുടെ വീട്ടിലിരുത്തിയിട്ട്, അപ്പൊ എനിക്ക് മനസ്സിലായി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്. ബരോക്കാരാ. സ്തോത്രം. അങ്ങനെ വേണം. സ്തോത്രം. പോയിട്ട് അവിടെ തന്നെ പറയുന്നുണ്ട് 5-ാം വാക്യത്തിൽ, അർദ്ധരാത്രി സമയമാണ്. വാലിനെ എന്ത് ചെയ്യുക? മുട്ടോട് മുട്ട. മുട്ടുകൂടിയപ്പോൾ അകത്തുനിന്നൊരു ശബ്ദം 4 തടസ്സം പറഞ്ഞു. അപ്പൊ സി എന്ന സ്നേഹിതൻ ഇങ്ങനെ പേര് കൊടുക്കാം, തടസ്സവാദം ഉന്നയിക്കുന്ന സ്നേഹിതൻ. 3 സ്നേഹിതന്മാരുടെ പേര് കിട്ടിയോ? എന്താ ബോസ്? 1 എ സന്ദർശകൻ, ബി പ്രയാസപ്പെടുത്തുക, മുട്ടുക. അതാ പ്രാർത്ഥന. അവിടേക്ക് വരും. 3 സി തടസ്സവാദം. 4 തടസ്സം പറഞ്ഞു. എന്താ പറയാമോ? അവിടെ എഴുതിയിട്ടുണ്ട്, എന്നെ പ്രയാസപ്പെടുത്തരുത്. POC ബൈബിളിൽ എന്നെ ഉപദ്രവിക്കില്ലെന്ന. എന്നെ ഉപദ്രവിക്കരുത്. 1-ാമത്തെ തടസ്സവാദം. 2 വാതിൽ എപ്പോഴേ അടച്ചു കഴിഞ്ഞു എന്നാണ് POC ബൈബിളിൽ. വാതിൽ അടച്ചു കഴിഞ്ഞു. അർദ്ധരാത്രിയാ, തുറക്കുകയല്ല. 3 ആമേൻ, പിള്ളാരെന്റെ കൂടെ എന്ത് ചെയ്യുക? കിടക്കുക. 4 അതുകൊണ്ട് എനിക്ക് എഴുന്നേറ്റ് തരാൻ എന്ത് ചെയ്യത്തില്ല, തൽക്കാലം കഴിയല. 4 തടസ്സം. ഇനിയും സി എന്ന സ്നേഹിതനോട് ചോദിക്കാം, ഏറ്റവും ഹൃദയബന്ധമുള്ള നിന്റെ ഈ സ്നേഹിതൻ ബി നിന്റെ വീട്ടിൽ വന്നപ്പം നീ പറഞ്ഞത് ശരിയാണോ? ഞാൻ ചോദിക്കട്ടെ, എത്ര അർദ്ധരാത്രിക്ക് ഇങ്ങനൊരു പുള്ളി നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ ഇത് പറയോ? ചാടി എഴുന്നേറ്റ് എന്താണെന്ന് വെച്ചാൽ ചെയ്യത്തില്ലേ? ചെയ്യും, കൂടവാ. പക്ഷെ അതിന് പാലസ്തീന്റെ പശ്ചാത്തലം പഠിച്ചാലേ പറ്റുള്ളൂ. പാലസ്തീനിലെ വീടുകൾ ഇതുപോലെയുള്ള 2 നില വീടല്ല, 4-5 മുറിയൊന്നും കാണത്തില്ല. നമ്മളിരിക്കുന്ന ഹോള് പോലെ നീളമുള്ള ഒറ്റ ഹോളാ. കൂടെ വരണം. നമ്മുടെ പ്രാർത്ഥനാലയം പോലെ ഹോൾ. അതിൽ 3-2 ഭാഗം മൺതറയാ, തല്ലി ഉറപ്പിച്ചിട്ട് അവിടെയാണ് അവരുടെ ബിസിനസ്. ആടുകളെ എല്ലാം കൂടെ അവിടെ കിടത്തുന്നേ. ഇനിയും നമ്മുടെ ഹോളിന് പുൽപ്പിറ്റില്ലേ, വാസ്തുവേ, സ്റ്റേജില്ലേ എന്ന് പറയുന്നത് പോലെ 1/3 ഭാഗം ഇച്ചിരി പൊക്കിയെടുത്ത് ഞങ്ങൾ വാസുമാരൊക്കെ ഇച്ചിരി ഉയർത്തി നിൽക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ അവിടെ മാത്രം വൃത്തിയാക്കിയിട്ട് അവിടെയാണ് വീട്ടുകാരനും വീട്ടുകാരിയും പിള്ളാരും കിടക്കുന്നത്. അപ്പൊ ഒരു വീട്ടിൽ ഇപ്പൊ എത്ര പേരായി? ഇന്ന് 2 പിള്ളേരാ. അന്നേരം 5 എണ്ണത്തിനെ കൂട്ട. 5 2 7. പിന്നെ ആടെത്ര ഉണ്ടെന്ന് നമുക്കറിയാലോ. പരമാവധി നിറച്ച ഫുൾ ഓടാ വീട് നിറച്ച. ഇടയക്കുടി എന്ന അതിനെ പറയുന്നേ. വീടെന്നൊന്നുമല്ല, ഇടയക്കുടികൾ അങ്ങനെ പറയുന്നത്. ഇനിയും ഈ സി എന്ന സ്നേഹിതൻ പറഞ്ഞ തടസ്സവാദം തെറ്റോ ശരിയോ? എന്റെ കൂടെ നിങ്ങൾ വാ. ഉണ്ടല്ലോ, തെറ്റോ ശരിയോ? ന്യായമാണ്. നമ്മുടെ വീട്ടിൽ ആരെയും ഉണർത്താതെ നമുക്ക് എഴുന്നേറ്റ് പോയി കൊടുക്കാം. പക്ഷെ ഇവിടെ നടക്കുകയല്ല. ഈ അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ പാസ്റ്റർ 12 മണി കഴിഞ്ഞേ. 12 മണി കഴിയുമ്പോൾ 5 പിള്ളേര് കൂട്ടത്തിലുണ്ടെങ്കിൽ അത് ഭാവനയിൽ ഒന്ന് കണ്ട്, ഒന്ന് തലേരും, ഒന്ന് നെഞ്ചത്തും, ഒന്ന് കാലേരും, ഒന്ന് ക്രോസായിട്ടും ഒക്കെ ആയിരിക്കും കിടക്കുന്നത്. ശരിയല്ലേ? എൻ്റെ കൂടെ വരണം. ഇനിയും ഈ മുട്ട് കേട്ടോണ്ട് ഈ പിള്ളേരുടെ കയ്യും കാലും ഒക്കെ പതുക്കെ മാറ്റിയിട്ട് പതുക്കെ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോഴേ ഒരാള് തിരിച്ചറിഞ്ഞാൽ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ നടക്കും? ഒരാള് കരഞ്ഞാൽ ഇനിയും ഇതുങ്ങളെ കരഞ്ഞാലും കുഴപ്പമില്ല, പോകുക എന്ന് പറഞ്ഞ് പിന്നെ വരുന്നത് എങ്ങോട്ടാ? ഡോറടച്ച് ഭയങ്കര ചിന്തയാ. ഉപദ്രവിക്കരുത്. 4 തടസ്സം. ഉപദ്രവിക്കരുത്. POC കഥക് അടച്ച് കഴിഞ്ഞെന്ന അവസ്ഥ. നിങ്ങൾ നോക്കിക്കോ, കഥക് അടച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ ഡോറിന്റെ മുമ്പിലല്ല ഇപ്പൊ എന്താ കിടക്കുക.
സ്തോത്രം. അപ്പൊ പിള്ളേരെല്ലാം കൂടെ കരഞ്ഞ് പുള്ളിയുടെ ഓടി കൊടുക്കാൻ വേണ്ടി മുമ്പോട്ട് പോകുമ്പം ഇതിൻ്റെ ഇടയിൽ കൂടെ പോയി വാതിലെങ്ങാനും തുറന്നാൽ കൃപയുള്ള ആട്ടിൻകുട്ടികൾ വല്ലതും ഉണ്ടെങ്കിൽ അവര് എന്തതിശയമേ തുടങ്ങും. അങ്ങനെയാണെങ്കിൽ രാത്രി ആ വീടിന്റെ അവസ്ഥ നിങ്ങൾ ഭാവനയിലൊന്ന് കണ്ടേ. ആ വീടിനകത്തുള്ള ആട്ടിൻകൂട്ടോ ഈ പിള്ളേരെല്ലാം കൂടെ കരച്ചിൽ തുടങ്ങുമ്പോൾ വീട് അടുത്തടുത്ത ഇവിടുത്തെ പോലൊന്നും അല്ല, ഞങ്ങളുടെ ആലപ്പുഴ പോലെയാ, 3 സെന്റാ. സകല വീട്ടിലെ ആടുകളും എന്ത് ചെയ്യും, സകല പിള്ളേരും എന്ത് ചെയ്യും? മനഃപൂർവ്വം പറഞ്ഞതല്ല, ന്യായ പറഞ്ഞേ, എന്നെ ഉപദ്രവിക്കരുത്. POC, എന്നെ കഥ എപ്പോഴേ അടച്ചു കഴിഞ്ഞു. അടുത്തത് പിള്ളേര് തലങ്ങും വിലങ്ങും ഒക്കെ എന്ത് ചെയ്യുക, കിടക്കുക. അതുകൊണ്ട് നോ രക്ഷ. പ്രശ്നം ഉണ്ടാകും. അപ്പമില്ലെന്ന് പറഞ്ഞോ 4 തടസ്സവാദങ്ങൾ ഉന്നയിച്ചിട്ടും ഈ മനുഷ്യൻ പിന്നെ നിന്ന് എന്ത് ചെയ്യാ, വെല്ലടിച്ചോണ്ടിരിക്കുക. ഫീസ് പോകാത്ത കാര്യം. സ്തോത്രം. ഏതാ സ്നേഹിതൻ? ബി. പുള്ളിയുടെ പേരെന്താ? അസഹ്യപ്പെടുത്തുന്ന, പ്രയാസപ്പെടുത്തുന്ന. ഇനി സിയെ വിട, ബിയോട് ചോദിക്കാം. അച്ഛാ, നിങ്ങൾ എന്താ ഈ മനുഷ്യനെ ഇത്രയും ബുദ്ധിമുട്ടിക്കുന്നത്? കാര്യം പറഞ്ഞില്ലേ, തിരിച്ച് വീട്ടിൽ പോയാൽ പോരെ? ആ വന്ന ഏകോടും കാര്യം പറഞ്ഞാൽ പോരെ? രാവിലെ നമുക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബലപ്പെടാം. ഇപ്പൊ തൽക്കാലം ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് എന്ത് ചെയ്യേ? കേൾക്കത്തില്ലേ? അല്ല, 4 തടസ്സം പറഞ്ഞിട്ടും രണ്ടാമത്തെ പുള്ളി 3ാമത്തെ പുള്ളിയുടെ വീട്ടിൽ നിന്ന് പോരാഞ്ഞതിന്റെ കാരണം 3ാമത്തെ പുള്ളി ഇതുവരെയായിട്ടും താൻ ആവശ്യപ്പെട്ടത് ഇല്ലെന്ന്. എന്റെ കൂടെ വരണം. പ്രാർത്ഥനയാ വിഷയം. ഞാൻ തെളിയിക്കത്. അപ്പം ഇല്ലെന്ന് അവ സാധനം അകത്തുണ്ട്. 2, അന്ന് പകലൂടെ ഇവര് തമ്മിൽ കണ്ട സൗഹൃദ സംഭാഷണം നടത്തി, എടാ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചേക്കണം, വന്നേക്കണം കേട്ടോ എന്ന് പറഞ്ഞ് പിരിഞ്ഞതാ. അത്രയും ബന്ധമാണ് ആര് തമ്മിൽ? എൻ്റെ കൂടെ വാ, ബിയും സിയും തമ്മിൽ. ഇനിയും ഈ ഉപമ ഞാൻ നമ്മുടെ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് തെളിയിക്കട്ടെ. നിർത്താം. ആരാ ശരിക്ക് നമ്മുടെ തകർന്നു കിടക്കുന്ന സമൂഹം ഇതിലേക്ക് വരിക? ആരാ? പ്രാർത്ഥനക്കാരെ കൊണ്ട് ആവശ്യമുള്ള, ആമേൻ, സുവിശേഷകരെ കൊണ്ട് ആവശ്യമുള്ള, യേശുവിനെ കൊണ്ട് ആവശ്യമുള്ള, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന, ജീവിതം തകർന്ന് തരിപ്പണമായ ഒരു സമൂഹത്തെയാണ് എന്ന സ്നേഹിതൻ പ്രതിനിധാനം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ബി എന്ന സ്നേഹിതൻ ആരാ? കൂടെ ഒന്ന് ഉറച്ചു പറ. നമ്മളാ. കർത്താവ് നമ്മളെ എന്തിനാ വിളിച്ചേ? തകർന്ന സമൂഹത്തിന്റെ തകർച്ച മാറ്റാൻ, ആമേൻ, സുവിശേഷത്തിന്റെ വക്താക്കളാക്കി ഈ ഏറ്റവും മൂല്യമായിട്ടുള്ള സന്ദേശം നമ്മുടെ കയ്യിൽ തന്നിട്ട് നമ്മളോട് പറയുക, ആമേൻ, പരിഹാരത്ത് തകർന്ന സമൂഹത്തിന്റെ മധ്യത്തിൽ ഞാൻ നിങ്ങളെ ആക്കിയിരിക്കയാ. നിങ്ങളിൽ കൂടെ അനേകരുടെ മുറിവ് കെട്ടാൻ, അനേകരെ ആശ്വസിപ്പിക്കാൻ, അനേകരെ നിത്യതയിലേക്ക് നടത്താൻ എനിക്ക് പദ്ധതിയുണ്ട്. ഈ മലബാറിന്റെ മണ്ണിൽ ആമേൻ നമ്മളെയൊക്കെ കൊണ്ടുവന്നാക്കിയിരിക്കുന്നത്, ആമേൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് പോകുക എന്നുള്ളതിലുപരി ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ, തകർന്ന ചിലതിനെ ക്രിസ്തുവിങ്കലേക്ക് കൊണ്ടുവന്നിട്ട് അവരുടെ മുറിവുണക്കുവാൻ, മുറിവ് കെട്ടുവാൻ, ദൈവരാജ്യത്തിന്റെ അവകാശികളാക്കി മാറ്റാൻ എന്നെയും നിങ്ങളെയും ഈ ദേശത്ത് നിർത്തിയിരിക്കുന്നു എന്ന് ബോധ്യമുള്ള എത്ര പേരുണ്ട്?
അങ്ങനെയാണെങ്കിൽ സി എന്ന സ്നേഹിതൻ ആരാ ബോസേ? തടസ്സവാദം പറയുമെങ്കിലും അപ്പത്തിന് കുറവില്ലാത്ത സ്നേഹിതനാ. അത് ഞാൻ പറയാം, നമ്മുടെ യേശു കർത്താവ്. ആരാ? യേശു കർത്താവാ. ആ ബിയും സ്നേഹിതനും തമ്മിലുള്ള, സിയും തമ്മിലുള്ള ബന്ധം അഭേദ്യമായതുപോലെ തടസ്സം പറഞ്ഞെങ്കിലും താമസം പറഞ്ഞെങ്കിലും ഇല്ലെന്ന് പറയാത്തത് കൊണ്ട് അവൻ ആവശ്യമുള്ളത് ഈ സിയുടെ വക്കൽ ഉണ്ടെന്ന് ഉറപ്പുള്ളത് കൊണ്ട് ശാന്തമായിട്ട് അവൻ അവിടെ നിന്നു. ഇനി എന്റെ അടുത്ത ചിന്ത പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. ബിയുടെ കാര്യം വല്ലോം സിയോട് പറഞ്ഞു? കൂടെ വാ. നമ്മളാണെങ്കിൽ നമ്മുടെ കാര്യം മൊത്തം പറഞ്ഞ് സമയമുണ്ടെങ്കിലേ വേറെ ആരുടെയെങ്കിലും കാര്യം എന്ത് ചെയ്യത്തുള്ളൂ. സമയമുണ്ട്, പക്ഷേ ഭയങ്കര ചിന്തയാ. ബിയുടെ ഒരാവശ്യവും എന്ത് ചെയ്തില്ല, പറഞ്ഞില്ല. അവൻ പറഞ്ഞത് മൊത്തം ആരുടെ ആവശ്യമാ? എയുടെ ആവശ്യമാ. എയുടെ ആവശ്യമാ. തകർന്നവന്റെ ആവശ്യമാ. ഇനി ഞാൻ അടുത്ത ചോദ്യം ചോദിക്കുന്നു. ജോമോനെ ചോദിച്ചത് എത്ര അപ്പം? 3 അപ്പം. 4 തടസ്സവാദം പറഞ്ഞെങ്കിലും എഴുന്നേറ്റോ? എന്നിട്ട് അടുത്ത താഴെ പറയുന്നുണ്ട്, യാചിപ്പീൻ, അന്വേഷിപ്പീൻ, മുട്ടുവീൻ. അവിടെ യാചിപ്പീൻ എന്നുള്ള സന്ദേശത്തിന്റെ ശരിയായ അർത്ഥം ഐറ്റയോ എന്ന മൂലപദമാ. അതിന്റെ അർത്ഥം ഭിക്ഷക്കാരൻ നമ്മുടെ വീടിന്റെ മുമ്പിൽ വന്ന് അമ്മ എന്ന് വിളിക്കുന്ന പോലെ 10 രൂപയ്ക്ക് വേണ്ടി വിളിക്കുകയല്ല. ഐറ്റയോ, കുടുംബസ്വത്തായോ വീണ്ടെടുപ്പ് അവകാശമായോ എനിക്ക് വരേണ്ടത് എനിക്ക് തരണം. ഹലോ, അവകാശത്തിന്റെ അടിസ്ഥാനത്ത് എന്ത് ചെയ്യുന്നത്? തിരുവചനം പറയുന്നു, മക്കളെങ്കിലോ, ഒന്ന് ഉറച്ചു പറയുന്നേ, മക്കളെങ്കിലോ. പ്രാർത്ഥന, ആമേൻ. പ്രാർത്ഥനയുടെ മറുപടി പിതാവ് എന്ന നിലയിൽ മക്കൾ എന്നുള്ള ബന്ധത്തിൽ അത് നമ്മുടെ അവകാശമാണ്. ഇനി അവിടെ ഒരു പദമുണ്ട്, ലജ്ജയില്ലാതെ. വായിച്ചോ, ലജ്ജയില്ലാതെ മുട്ടുക നിമിത്തം. ആ ലജ്ജയില്ലാതെ എന്നുള്ള പദത്തിന് അനൈഡിയ എന്നുള്ളൊരു പദം കൊടുത്തിരിക്കുന്ന. എന്തുവാ? നിങ്ങൾ മിണ്ടുന്നില്ല. അനൈഡിയ, അതിന്റെ അർത്ഥം എന്നാണെന്നറിയാമോ? പറയാം, നാണം കെട്ട നിലയിൽ ചോദിക്കുക, സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തുക. എന്താ പ്രാർത്ഥന? എന്താ പ്രാർത്ഥന? മക്കളെന്നുള്ള നിലയിൽ പിതാവായ ദൈവത്തിൽ നിന്ന്, നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ നിന്ന് ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ, അവകാശങ്ങൾ, നന്മകൾ ലജ്ജയില്ലാതെ നാണം കെട്ട നിലയിൽ കർത്താവേ എനിക്കത് ചെയ്തേ പറ്റൂ എന്ന് പുത്രത്വത്തിന്റെ ആത്മാവിൽ നിന്നുകൊണ്ട് അവൻ പ്രഖ്യാപിക്കുന്ന പ്രാർത്ഥന. എന്നിട്ട് അടുത്ത പദം പറയുക, മക്കൾ. അങ്ങനെ ചോദിച്ചാൽ മക്കൾ, ആമേൻ. അത് ചോദിച്ചാൽ അപ്പം, ചോദിച്ചാൽ കല്ല്, മുട്ട ചോദിച്ചാൽ തേള, തെറ്റിപ്പോയി. മീൻ ചോദിച്ചാൽ അതെല്ലാം പാലസ്തീന്റെ പശ്ചാത്തലമാ. അവര് കല്ലടിക്ക് വെച്ച് അടുപ്പ് പോലെയാക്കി അതിന്റെ പുറത്ത് അപ്പം ചൂടുന്നത്. അപ്പൊ ചെറുക്കൻ ഓടി വന്ന് അപ്പം എന്ന് പറഞ്ഞാൽ ആമേൻ അടുപ്പാക്കിയ കല്ലെടുത്ത്, ഉരുളം കല്ല, മിനുസം കല്ല, അപ്പം പോലെ ഇരിക്കും. എന്നാ മോനെ എന്ന് പറഞ്ഞു കൊടുക്കുവോ? കൊടുക്കുകയല്ല. അവിടുത്തെ തേള മുട്ടയുടെ ഷേപ്പാ. ഈ എന്തെങ്കിലും ജീവികൾ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ കാലുകൾ അകത്തേക്കാക്കി കവറിങ്ങോടുകൂടെ മുട്ടയുടെ ഷേപ്പില
ചരിവ് പ്രദേശമായതുകൊണ്ട് ഉരുണ്ട് പതുക്കെ വന്ന് വീടിന്റെ മുറ്റത്ത് കിടക്കും. അവൻ മുട്ട ചോദിച്ചേലുന്ന കൊച്ചിനെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ആ സാധനത്തെ പിടിച്ച് എന്നാ മോനെ കൊടുക്കുകയല്ല. അവിടുത്തെ ജലാശയങ്ങളിൽ പാമ്പിന് സമാനമായി നിൽക്കുന്ന മീനുകളുണ്ട്. മീൻ ചോദിച്ചാൽ എന്ത് ചെയ്യത്തില്ല. എന്നിട്ട് പറയുക, ദോഷികളായ നിങ്ങൾ പറ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ ആമേൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് ആമേൻ നിങ്ങൾക്ക് എത്രയധികം പരിശുദ്ധാത്മാവിനെ. അങ്ങനെയാ. ഞാൻ ദുരുപദേശമായിട്ട് ചിന്തിക്കരുത്. രക്ഷിക്കപ്പെട്ട ദൈവത്തിലെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ മറുപടി അതിൻ്റെ മേലുള്ള ആത്മസാന്നിധ്യം. അപ്പൊ നമ്മുടെ അകത്തൊരു സമാധാനം ഉണ്ടാവും. പരിശുദ്ധാത്മാവിനെ എത്ര അധികം. അത് മത്തായിയുടെ സുവിശേഷത്തിൽ ഇതേ വാക്യം വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ എന്നല്ല, എത്രയധികം നന്മ. അപ്പൊ പരിശുദ്ധാത്മാവ് എന്താ? നിങ്ങളാരും മിണ്ടുന്നില്ല. നന്മയാ. എന്തിനാ പ്രാർത്ഥിക്കുന്നേ, പാടുന്നേ, ആരാധിക്കുന്നേ, കൂട്ടായ്മ കൂടുന്നേ? വീടിനകത്ത് ആത്മസാന്നിധ്യം വെളിപ്പെട്ടാൽ അത് വീടിന് നന്മയാ, അത് കുഞ്ഞുങ്ങൾക്കൊരു നന്മയാ, അത് നമ്മുടെ ജോലി മേഖലയ്ക്കൊരു നന്മയാ. എത്ര തിരക്കുണ്ടെങ്കിലും 10 പേര് കൂടി ഒരുമിച്ച് കൈയടിച്ച് ആത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് സ്ഥാപനത്തിന്റെ മേൽ, ജോലിയുടെ മേൽ, കുടുംബജീവിതത്തിന്റെ മേൽ, കുഞ്ഞുങ്ങളുടെ മേൽ ആത്മസാന്നിധ്യം വെളിപ്പെട്ടാൽ അതിന്റെ പേരാ നന്മ. ആ നന്മ പിന്നെ നമ്മുടെ ആവശ്യങ്ങളായിട്ട് മാറും. അല്ലേ നിങ്ങളെ? മാറും. പരിശുദ്ധാത്മാവ് പിന്നെ നമ്മുടെ ആവശ്യങ്ങളായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. പറഞ്ഞു നിർത്തുന്നു. ദൈവാസന സമയം തീരുന്നു. നിർത്താം. ബിക്ക് വേണ്ടി വല്ലതും ചോദിച്ചോ? ആർക്ക് വേണ്ടി ചോദിച്ചത്? എത്ര അപ്പം മക്കളെ ചോദിച്ചേ? കിട്ടിയതോ? നിർത്താൻ പോ, സമയം പോയി എന്ന് പറഞ്ഞ എന്തായിരിക്കും അതിൻ്റെ? ഞാൻ ആ ഭാഗമൊക്കെ എന്നെ ഒത്തിരി ചിന്തിച്ചു. ചോദിച്ചത് ഒരാളുടെ ആഹാരമാണ് ഒരു നേരത്തെ എത്ര? അവൻ വന്ന ഏക്ക് കൊടുക്കാൻ എത്ര മതി? പക്ഷെ കർത്താവ് കൊടുത്തപ്പം, സ്നേഹിതം കൊടുത്തപ്പോൾ എത്ര കൊടുത്തേ? എന്താ അതിൻ്റെ ആശയം? ഞാൻ ദൈവത്തോട് കർത്താവ് എന്താ അതിൻ്റെ ആശയം? എനിക്ക് തന്നൊരു പ്രകാശനം നിങ്ങളോട് പറയാം. തെറ്റില്ലെങ്കിൽ സ്വീകരിക്കാം. ഈ കാക്കിരി വീക്കിരി കരയുന്ന 5 പിള്ളേരും ഭാര്യ എവിടെ ഉണ്ട്? വീട്ടിലുണ്ട്. ഇവൻ അങ്ങ് ദൂരെ പോയി തിരിച്ചു ചെല്ലുമ്പോഴത്തേന് എൻ്റെ ചിന്ത, മനമേ പക്ഷി, അതൊന്നും ആർക്കും അറിയത്തില്ല. നേരം വെളുത്തു കഴിഞ്ഞാൽ പിള്ളേരെഴുന്നേറ്റ് ബാത്റൂമിൽ പോയി പല്ലൊക്കെ തേച്ച് ഏക്ക് വേണ്ടിയാ ചോദിച്ചതെങ്കിലും അദ്ദേഹത്തിന് 3 മതിയെങ്കിലും കർത്താവ് കൊടുത്തത് എന്റെ കൂടെ വരണം 3 ഇവിടെയാണ് വേശ്യര 3:20 കുറിവാക്യം. പറ നിങ്ങൾ പറ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വിചാരങ്ങൾക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായിട്ടാണ് പ്രാർത്ഥിക്കുന്നവരെ ദൈവം കരുതുന്നതെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? ഞാൻ ഇങ്ങനെ പറഞ്ഞ് സന്ദേശം നിർത്തി കർത്തൃദാസന് കൈമാറുന്നു. ബിക്ക് വേണ്ടി ഒന്നും ചോദിച്ചില്ല. ചോദിച്ചതെല്ലാം എക്ക് വേണ്ടിയാ. പക്ഷെ കർത്താവിന്റെ നീതി അർദ്ധരാത്രി മെനക്കെട്ട ബിയെ നമ്മൾ തമ്മിലൊരു ബന്ധമുണ്ടെന്നേ. അതുകൊണ്ട് നീ അവന് വേണ്ടിയാ ചോദിച്ചതെങ്കിലും നിനക്കും കുടുംബമുണ്ട്, നിനക്കും കുഞ്ഞുങ്ങളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം അടുത്തു വരുന്നു.
എന്റെ പക്കൽ നീ ചോദിച്ചതല്ല നിനക്ക് തരാനും നിന്നെ പോലെയുള്ള 10,000 കൊടുക്കാനും എന്റെ പക്കലുണ്ട്. വചനം പറയുന്നു, ധനവും മാനവും പുരാതന സമ്പത്തും. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? ഇന്ന് പകൽ ഈ രാത്രിവേളയിൽ ഈ വചനദൂതികൾ ചില കുടുംബങ്ങളിൽ, ചില തലമുറകളിൽ, ചില പ്രതിസന്ധിയുടെ നടുവിൽ വിടുതലായി തീരുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? അവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഏക്ക് വേണ്ടി കരയുന്ന വീയെ, നിന്നെ അവൻ വെറും കൈയായി വിടില്ല. നിനക്കും കൂടെ വേണ്ടത് തരാൻ എന്റെ അടുക്കൽ ഉണ്ടെന്ന് പറഞ്ഞ് തടസ്സഭാരം പറഞ്ഞെങ്കിലും എഴുന്നേറ്റ് വേണ്ടുന്നിടത്തോളം കൊടുത്തെങ്കിൽ, എന്റെ ഒടുവിലെ സന്ദേശം ഇങ്ങനെ നിർത്തുന്നു. പ്രാർത്ഥനയൊരു വിധയാ, പ്രാർത്ഥനയൊരു ശുശ്രൂഷയാ, പ്രാർത്ഥന ദൈവത്തോടുള്ള ആശയവിനിമയ, പ്രാർത്ഥന പൈശാചിക മണ്ഡലങ്ങളോടുള്ള യുദ്ധമാ. ഇന്നലെ വരെ പ്രാർത്ഥിച്ചതിനേക്കാൾ പ്രാർത്ഥിക്കാൻ എത്ര പേർ തയ്യാറാകും? ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയട്ടെ. കർത്താവിന്റെ വാക്കിനെ മാനിച്ച് ഞാൻ സന്ദേശം ചുരുക്കുന്നു. ഈ ദൂത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എത്രത്തോളം ലളിതമാക്കാൻ കഴിയുമോ അത്രത്തോളം ലളിതമായിട്ടാണ് ഈ സന്ദേശം പഠിച്ചത്. ഇതിനകത്തെ ദൂതുകൾ കടഞ്ഞെടുത്ത് കർത്താവെ, ഇന്നലകളെക്കാൾ ഇന്നു മുതൽ വ്യക്തിപരമായൊരു പ്രാർത്ഥനാ ജീവിതം, കുടുംബമായുള്ളൊരു പ്രാർത്ഥനാ ജീവിതം, സഭയായുള്ളൊരു പ്രാർത്ഥനാ ജീവിതം, ആ പ്രാർത്ഥനയുടെ മൂർച്ച കൂട്ടിക്കൊണ്ട് മുൻപോട്ട് പോകാൻ എന്നെ സഹായിക്കണമേ എന്ന് എത്ര പേർ ഒരു വാക്ക് സമർപ്പിക്കും? എന്റെ അകത്ത് ശക്തമായ ആത്മനിയോഗം കർത്താവിന് രാത്രി തന്നിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഈ കൊച്ചു കൂട്ടായ്മ ഭവനത്തിന് വിടുതലാകാൻ പോകുകയോ